ഓട്ടത്തിനിടെ സ്കൂൾ ബസ് കത്തി നശിച്ചു. പറഞ്ഞാൽ ആദ്യം ഈ വണ്ടി വന്ന് നിർത്തി പുക വന്ന അതിൻ്റെ എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് ഡ്രൈവറും അതിനകത്തിരുന്ന കുട്ടികളെയും ഇറക്കി മാറ്റി. കൂടുതൽ കുട്ടികൾ 2 കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ആണ് ഇങ്ങനെ പുക വന്നത്. പിന്നെ എല്ലാവരും ഇറങ്ങി മാറി ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവർ വന്നപ്പോഴത്തേക്കും എന്തായാലും ഡീസൽ ടാങ്ക് കത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും ഫയർഫോഴ്സ് വന്ന് അത് അണച്ചതുകൊണ്ട് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് വലിയ ഒരു വിപത്തിലേക്ക് ആയേനായി. കണ്ണനല്ലൂരിന് സമീപം പാലമുക്കിലാണ് സംഭവം. തിങ്കളാഴ്ച വൈകിട്ട് 4:30 കൂടിയാണ് ബസ് തീ കത്തിയ സംഭവമുണ്ടായത്. നാന്തിരിക്കൽ ട്രിനിറ്റി ലൈസിയം സ്കൂളിലെ ബസ്സാണ് കത്തി നശിച്ചത്. കണ്ണനല്ലൂരിലേക്ക് കുട്ടികളുമായി പോകും വഴിയാണ് സംഭവം. എന്തായാലും ഭാഗ്യം കൊണ്ട് എല്ലാവരും സഹകരിച്ച് ഫയർഫോഴ്സും പോലീസും എല്ലാവരും സഹകരിച്ചെല്ലാവരും ഒരു വലിയൊരു അപകടഘട്ടത്തിൽ നിന്ന് ഈ ഏരിയയെ തന്നെ രക്ഷപ്പെടുത്തി. 2 കുട്ടികൾ മാത്രമാണ് സംഭവ സമയം ബസ്സിലുണ്ടായിരുന്നത്. ബസിന്റെ മുൻവശത്തു നിന്നും പുക ഉയർന്നത് കണ്ട ഡ്രൈവർ വാഹനം നിർത്തുകയും കുട്ടികളെ പുറത്തിറക്കുകയും ചെയ്തു. ഉടൻ തന്നെ തീ ആളിക്കത്തുകയായിരുന്നു. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അല്ലെങ്കിൽ ഇത് ഡീസൽ ടാങ്ക് കെട്ടിയായിരുന്നെങ്കിൽ മിക്കവാറും പൊട്ടി പോയാൽ ഇലക്ട്രിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. എന്തായാലും ഇലക്ട്രിക്കിൽ എല്ലാ വൈദ്യുതി എല്ലാം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ടു. അപ്പോൾ നേരെ ഇപ്പോൾ ഇവരുടെ പെട്ടെന്നുള്ള ആ ഇടപെടിയിൽ വളരെ ഗുണം ചെയ്തെന്ന് വേണം പറയാം. കുണ്ടറയിൽ നിന്നും കടപ്പാക്കടയിൽ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇത് കണ്ണാലൊരു വടക്കേ മുക്കാണ്. വടക്കേ മുക്കിൻ്റെ മിഡിലിൽ പാലമുക്കിലും വടക്കേ മുക്കിലും ഇടയിലായിട്ട് വരും. ന്യൂസ് കേരളം 24.